കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്ത്യയിലെ ഷുവറസ്റ്റ് സീറ്റുകളിൽ ഒന്നാണ് വയനാട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവരുടെ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് ചുരുങ്ങി. അന്നും വയനാട് അവർ ജയിച്ചതാണ്. അപ്പൊ അത്രയും ഷുവറായ ഒരു സീറ്റാണ്. ആ സീറ്റിലാണ് രാഹുൽ ഗാന്ധി 2019 വന്ന് മത്സരിക്കുന്നത്. അന്നത്തെ സാഹചര്യം ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്ന് അമേഠിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അവർക്കെതിരായിരുന്നു. അപ്പോഴാണ് പാർലമെന്റിൽ എത്തണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായത്. പക്ഷെ ഇത്തവണ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ സമയത്ത് അവർ റായ്ബറേലിയിലും പോയി മത്സരിച്ചു. പക്ഷെ അവിടെ ഒരു കാര്യം നാം ഓർക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് തന്നെ BJP പറഞ്ഞിരുന്നു, വയനാട് ഇലക്ഷൻ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ മണ്ഡലം പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇവിടെ 2 മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കുന്ന ആദ്യമായിട്ടൊന്നല്ല, പക്ഷെ അതൊക്കെ ആദ്യമേ പ്രഖ്യാപിക്കും. 2014 നരേന്ദ്രമോദി ബറോഡയിലും വാരാണസിയിലും മത്സരിച്ചു. അത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കി പതുക്കെ അങ്ങോട്ട് ചാടിയതാണ്. അപ്പൊ ഇവിടെ കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഏത് മണ്ഡലം വേണേ ഉപേക്ഷിക്കാം, ഏത് മണ്ഡലം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അവർക്ക് ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാം. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയനാട് പോലുള്ള ഒരു പിന്നാക്ക മണ്ഡലം, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യാനുസരം ഇന്ത്യയിലെ 62ഓളം ജില്ലകൾ ആസ്പിരേഷണൽ ജില്ലകളായി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ട വയനാട്, ആ വയനാട് മണ്ഡലം ഇങ്ങനെ അടിക്കടിക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്ഥലമല്ല. കാരണം അത് ഒരു ആദിവാസി മേഖലയാണ്. അവിടെ ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒരു പൊളിറ്റിക്കൽ പരീക്ഷണത്തിന് ഉപയോഗിക്കേണ്ട മണ്ഡലമല്ല ഈ പറഞ്ഞ വയനാട്. കാരണം അത് കേരളത്തിലെ ഏറ്റവും പിന്നാക്ക മണ്ഡലമായത് കൊണ്ടാണ് കേരളത്തിൽ നിന്നും ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിച്ച ഏക മണ്ഡലമായി വയനാട് മാറിയത്, അല്ലെങ്കിൽ വയനാട് ജില്ല മാറിയത്. അപ്പൊ അതുകൊണ്ട് വയനാട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അർഹിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കെട്ടിവെക്കേണ്ട മണ്ഡലമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു രക്ഷപ്പെടലിന് വയനാടിനെ ഉപയോഗിക്കുകയും, രക്ഷപ്പെട്ടു, ഉത്തരേന്ത്യയിൽ സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യമൊക്കെ വന്നു, ഇനി അവിടെയൊക്കെ ജയിക്കാൻ സാധിക്കുമെന്ന് കണ്ടപ്പോൾ പതുക്കെ ഒഴിവാക്കുകയും ചെയ്തതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധി വരും, ചിലപ്പോൾ റോബർട്ട് വധേര വരും. കാരണം ഇന്ന് റോബർട്ട് വധേര പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ വരുന്ന പാർലമെന്റിൽ എനിക്കും വരേണ്ട ആവശ്യമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് എന്ന്. അപ്പൊ ഇവര് 4-5 പേർ എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് BJPക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് രാഷ്ട്രീയ പരീക്ഷണങ്ങളാവാം, പക്ഷെ ദയവ് ചെയ്ത് വയനാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ നിങ്ങൾ അതിൽ ഉപയോഗിക്കരുത്. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു പിന്നാക്ക മണ്ഡലമാണ്. വെക്കേണ്ട ഒരു പരീക്ഷണ മണ്ഡലമല്ല വയനാട്. ശ്രീ സലിം മടവൂർ. അതാ